മിഡ് സ്റ്റൈനിലെ ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സോണി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ 2-ാം നമ്പറിന് അടി കിട്ടും. ഞാൻ വിചാരിക്കും ഈ പാറയുടെ ബാക്കിൽ നിന്ന് അടിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഫയർ ചെയ്യും. പക്ഷേ തൊട്ടപ്പുറം മാറി അവൻ കിടപ്പുണ്ടായിരുന്നു. കണ്ടില്ലേ പാമ്പ് കിടക്കുന്നത്? നാട്ടിലും പാമ്പ്, ഗെയിമിലും പാമ്പ്. അപ്പോൾ ഇവന്മാരെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ക്രാബ് ആയിരുന്നു സോണെ. ഞങ്ങൾ റിബ് എല്ലായിടത്തും ഞങ്ങൾ ക്രാബിലോട്ട് കയറും. ക്രാബ് കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ക്രാബിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീമേറ്റ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ ലോങ്ങിൽ നിന്ന് തന്നെ കാണും ഒരു പാറയുടെ മുകളിൽ. അവന് ഇൻഫോ ഇല്ല ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന്, കാരണം ഞാൻ കുറച്ച് മാറിയല്ലേ. അപ്പോൾ അവനെ നൈസായിട്ട് അടിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ ഒരു ടീമേറ്റ് സോൺ വന്നുകൊണ്ട് തന്നെ കയറി വരുമ്പോഴത്തേനും അവനെയും കൂടെ അടിക്കും. അവർ 3 പേരായിരുന്നു. ലാസ്റ്റ് മാനാണെങ്കിൽ എൻ്റെ ടീമേറ്റ് അടിച്ച് ലോ ആക്കി വെക്കുമ്പോഴത്തേനും സോണോട്ടി വീണ് അവനും ചാവും. അപ്പോൾ അവന്മാരങ്ങനെ വൈപ്പാവും. ഇനി ടീം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോണസിൻ്റെയും ക്രാബിൻ്റെ മേളിൽ റീകോളില്ല. അവിടുത്തെ പാറ ഉണ്ടല്ലോ, ഒരു വലിയ പാറ. പണ്ടല്ല ഇപ്പോഴും കയറി ആൾക്കാർ ചാടിയിട്ട് മണ്ട കിടക്കുന്നൊരു സ്ഥലം. അവിടെ ഉണ്ട്. അപ്പോൾ 2 അവിടെ ഉണ്ട്. ഒരുത്തൻ ഡി പിക്ക് അടിക്കുന്നുണ്ട്, ഒരുത്തനാണെങ്കിൽ മുടിയാനായിട്ട് AW വെച്ച് പൊട്ടേന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഡി പിക്ക് അടിച്ചാൽ എൻ്റെ ടീമേറ്റ് ഇപ്പോൾ നോക്കാക്കും. പിന്നെ അവിടെ ഒരുത്തനൂടെ ഉള്ളത്. അപ്പോൾ അവനാണെങ്കിൽ AW മാത്രം വെച്ചിട്ട് കളിക്കുന്നത് അവിടെ നിന്ന്. പക്ഷെ അവനൊരു പാവപ്പെട്ടവനായിരുന്നു, കാരണം അവനെ പാൻ ചെയ്താൽ കൊല്ലുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സോണിലോട്ടൊക്കെ കയറി. സോണിൽ കയറി കഴിയുമ്പോഴത്തേനും മറ്റവനിപ്പോൾ അവൻ്റെ ടീമേറ്റ് നോക്കാം, ഇനി അവനോടെ ഉള്ള അവിടെ. അപ്പോൾ അവൻ്റെ ടീമേറ്റിനെ ഞങ്ങൾ നോക്കാൻ കിടക്കുന്ന എവിടെയാണെന്ന് അറിയാം. അതുകൊണ്ട് ഫിനിഷ് ആക്കാന്നില്ല, കാരണം അവൻ റിബ് ആക്കാൻ വല്ലതും വരുവാണെങ്കിൽ അടിക്കാമെന്ന് വെച്ചിട്ട്. കാരണം അവൻ അപ്പുറേ പാറയുടെ മൂടിലെങ്ങാണ്ട് പോയിട്ട് കുനിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ചെറുതായിട്ട് സോൺ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ ആ മരത്തിൻ്റെ അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഞങ്ങൾക്ക് കാണാം അവനൂടെ ഉള്ളതെന്ന് അറിയാം. അപ്പം നൈസായിട്ട് ഞാൻ നെയ്ഡ് പിൻ ചെയ്യും, ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് അവൻ്റെ മൂട്ടി വീണ് പൊട്ടും, പക്ഷെ അവൻ ചാവത്തില്ല. അപ്പോൾ മനസ്സിലായി എന്തായാലും അവൻ നല്ല ലോ ആയിട്ട് നിൽക്കുമായിരിക്കുന്നത്. അപ്പോൾ നൈസായിട്ട് എൻ്റെ ടീമേറ്റ് അവിടെ നിന്ന് കവർ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറി ചെന്നിട്ട് പാൻ വെച്ചൊരു കൊട്ടുപോയി. അവനാണെങ്കിൽ അടുത്ത് നിന്നിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതായി പോയതാണോ അതോ മനസ്സിലായില്ലേ ഫുഡ് കിട്ടിയില്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവന് പാൻ്റെ തലക്ക് അടിച്ച് പോത്തു.